വെള്ളപ്പള്ളി നടേശൻ മുതലാളിയും കൂട്ടരും കന്യാകുമാരിയിൽ യോഗം ചേരുകയാണ്. ആദ്യം തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു, കൂടിയിരിക്കുന്നതിൽ പലരെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. മൈക്രോ ഫിനാൻസിനായി സർക്കാർ നൽകിയ കാശ് അടിച്ചു മാറ്റി ഇഞ്ചിക്കൃഷി നടത്തി തന്നെ കേസിൽ കുടുക്കിയ ദുഷ്ടന്മാരാണ് ഒപ്പമുള്ളത്. എങ്കിലും ഏവരെയും വിശ്വസിച്ച് ജാതി പറഞ്ഞ് മുതലാളി ആരംഭിക്കുകയാണ്. പിന്നൊരു കാര്യം, സംഗതി വെള്ളപ്പള്ളി നടേശനാണ്. അദ്ദേഹത്തെ പോലെ തന്നെയാണ് ഭാഷയും ഉച്ചാരണവും. ശ്രദ്ധിച്ചിരുന്നില്ലേൽ ഒരു കുന്തവും മനസ്സിലാകില്ല. എല്ലാം ഒരുമാതിരി ഏകാരം ലൈന. ജാതി പറയാൻ പാടില്ല എന്നാ പറയുന്നത്. ജാതിയും ജാതി വ്യവസ്ഥയും ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ജാതി പറയാൻ പാടില്ല എന്ന് എവിടെയാണ് പറയുന്നത്? ഈഴവർ മാത്രം ജാതി പറയാൻ പാടില്ല, ബാക്കി എല്ലാവർക്കും ജാതി പറയാം. ഇത് ആരോട്? നമ്മളോട് പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനിയെ നോക്കിയോ ഒരു മുസ്ലിമിനെ നോക്കിയോ ഒരു നായരെ നോക്കിയോ ഇവരാരും പറയാറില്ല. ജാതി സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നു സാത്താനെ. സൈക്കിൾ പോലുമില്ലാതിരുന്ന യോഗത്തിന്റെ നേതാക്കൾ കാശടിച്ചു മാറ്റി ഇന്നോവ വാങ്ങിയെന്നും മുതലാളി പറയുന്നു. ഈ 1000 നോട്ട് യൂണിയൻ ഓഫീസിൽ കാണാൻ തുടങ്ങി. അത് കിട്ടിയിട്ട് എത്ര പേര്? ഇന്നോവയിലല്ലാതെ നടക്കുന്ന ഏത് യൂണിയനുണ്ട്? പണ്ട് ഒരു സൈക്കിൾ പോലും ഇല്ലാഞ്ഞ ആളുകളാണ്. ഈ 12 കൊല്ലം കൊണ്ട് ഈ പെണ്ണുങ്ങൾക്ക് കൊടുത്ത കാശിൽ നിന്ന് ഓശി കിട്ടി ഇന്ന് ഇന്നോവ AC-യിൽ നിലയിൽ നമ്മൾ പടപട നടക്കുകയാണ്. എവിടുന്നാണ് ആ കാശ്? ഇവിടുത്തെ മുതലാളിമാരെല്ലാം വന്നതാണോ? ശാഖ പിരിച്ചതാണോ? ശാഖ പിരിച്ചെങ്കിൽ തിരിച്ച് എവിടുന്നാണ് കിട്ടിയത്? ഇതെല്ലാം മൈക്രോയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെ ശക്തി. നമ്മുടെ ശക്തിയും ആക്കൂട്ടം ഉണ്ടാക്കിയതും ഈ മൈക്രോയാണ്. പിന്നെ സ്വന്തം സമുദായത്തെക്കുറിച്ചും ഒപ്പമുള്ളവരെക്കുറിച്ചും അദ്ദേഹം എങ്ങനെയാണ് അഭിമാനം കൊള്ളുന്നതുകൂടി കേൾക്കുക. അതായത് ഇത്തരം ഒറ്റുകാരുള്ളൊരു സമുദായം കൂടെ നിന്ന് ഈ കൂട്ടത്തിലുണ്ട് ഒറ്റുകാരി, സംശയം വേണ്ട. ഈ ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും ഇപ്പൊ തന്നെ ടേപ്പ് ചെയ്ത് എടുത്ത് അടുത്ത പാർട്ടി ഓഫീസിൽ കൊണ്ട് കൊടുക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. മറ്റു ന്യൂനപക്ഷ സമുദായങ്ങളെ യോഗം കൂടിയാൽ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ വിനോദാരും അറിയല. നമ്മൾ നടത്തുന്ന കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും അപ്പ അടുത്ത ചായക്കടയിലും കള്ളുഷാപ്പിലും ബീഡിക്കടയിലും പാർട്ടി ഓഫീസിലും അപ്പപ്പ കൊടുക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്കുള്ള സർവനാശത്തിനുള്ള കാരണം. ഈഴവന് പാര മറ്റൊരു ഈഴവൻ തന്നെയാണെന്ന സത്യവും മുതലാളി പങ്കുവെക്കുന്നു. ഒന്ന് നന്നാകണമെന്ന് വിചാരിച്ചാൽ അത് ഈഴവനാണെങ്കിൽ അദ്ദേഹത്തിന് എതിര് പനിയുന്നത് അടുത്ത ഈഴവനായിരിക്കും. അടിപൊളി. ഒരു നായരോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ചെയ്യത്തില്ല. അതാണ് നമ്മുടെ സംസ്കാരം. ഈ പണി എങ്ങനെ നന്നാകും? ഞാൻ തന്നെ ഇപ്പൊ എത്ര കേസ് പ്രതിയാണ്, നാളെ ഇനി എത്ര കേസ് പ്രതിയാകാൻ പോവുകയാണ് ഞാൻ. ഇതെല്ലാം ഞാൻ മുമ്പിൽ കാണുന്നുണ്ട്. കാരണം ഇതെല്ലാം മറ്റു സമുദായക്കാരല്ല, നമ്മുടെ സമുദായക്കാർ തന്നെയാണ് പ്രതിയാക്കുന്നത് തന്നെ. എന്തിനു വേണ്ടി? പറഞ്ഞ പോലെ തന്നെ സ്വസമുദായക്കാരനായ KPCC പ്രസിഡന്റിനാണ് ഇനി അടുത്ത ശകാരം. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഇത്ര അപഹാസ്യനായ ഒരു KPCC പ്രസിഡന്റ്, ആർക്കും വേണ്ടാത്തവൻ, ഐക്യം വേണ്ട, ഊനും വേണ്ട, ഇസഡിനും വേണ്ട, അയക്കും വേണ്ടാത്ത വെറും ഏഴായി കിടക്കുന്ന ഒരു KPCC പ്രസിഡന്റായി മാറിയില്ലേ? എന്നിട്ടും ആ കൗശവൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. തലേ ജനവാസമില്ല, ഇങ്ങനെ നടക്കുക. എന്നിട്ട് ഞാനെന്ന ഭാവം, കാരണം ഉളുപ്പൊന്നും കൊണ്ട് അടിയേ പോയിട്ടില്ല. തോറ്റ് തിന്നുംപാട് ജനങ്ങൾ പുച്ഛിച്ച് തള്ളി തറയിൽ കിടക്കുന്നു. എന്നിട്ടും ഇപ്പോഴും ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം മാന്യവും മര്യാദയും വകതിരിവും ഉണ്ടെങ്കിൽ അദ്ദേഹം KPCC പ്രസിഡന്റ് താനും രാജിവെച്ച് പണ്ടേ പോകേണ്ടതാണ്. ഹലോ, ഞാനാ തവളപ്രക്കാടി. നീ എപ്പോഴാണ് എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്ത് വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. വാക്ക് പറഞ്ഞ കൂട്ടത്തിൽ അലങ്കാരികമായ എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോൾ വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഉദ്ദേശശുദ്ധിയാൽ നിങ്ങളെല്ലാം മാപ്പ് തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.